നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതി വിനേഷ് കുറ്റം സമ്മതിച്ചതായി നിലമ്പൂർ ഡിവൈഎസ്പി. നിലവിൽ വിനേഷ് മാത്രമാണ് പ്രതി. വിനേഷിനെതിരെ നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. പരിശോധനകൾക്ക് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പറഞ്ഞു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കമെന്നും അറിയുന്നു. കേസ് നമ്മളിപ്പോൾ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. പ്രതിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 7:15 അറസ്റ്റ് രേഖപ്പെടുത്തി. ബാക്കി അതിൻ്റെ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും അന്വേഷണത്തിൽ വേറെ ആരും ഉള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തുന്നതുകൊണ്ട് മറ്റ് നടപടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാകും. അലി അക്ബർ ഷായുണ്ട്. അലി അക്ബർ ഷാ ഒരൊറ്റ പ്രതിയാണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ വിഷയം ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണത്തിൽ വരില്ലേ സ്വാഭാവികമായും ഇനി? അരുൺകുമാർ, തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മാധ്യമങ്ങളെ കാണുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകുകയും ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ വിനീഷ് മാത്രമാണ് ഈ സംഭവത്തിലെ പ്രതി. 2 പേർ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലായിരുന്നു. വിനീഷിന്റെ സുഹൃത്തു കൂടി കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പക്ഷേ ഈ സംഭവവുമായി നേരിട്ട് യാതൊരു ബന്ധവും ഇയാൾക്കില്ല എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിനീഷിനെ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത്. വിനീഷാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. വിനീഷ് മറ്റേതെങ്കിലും കേസുകളിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ വിനീഷിന്റെ പേരിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിലയിലുള്ള കേസുകളൊന്നും ഈ ഘട്ടത്തിൽ അറിവിലില്ല എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ ഈ കെണികൾ സ്ഥാപിച്ചുകൊണ്ട് ഈ മാംസക്കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള കെണികൾ ഈ നിരന്തരം ഈ ഭാഗത്ത് സ്ഥാപിക്കാറുണ്ടായിരുന്നുവെന്നും പലയാവർത്തി ഫോറസ്റ്റിനെ ഈ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള അതിഗുരുതരമായ ആരോപണം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഈ വൈദ്യുതി വകുപ്പിന്റെ കൂടി വിശദീകരണം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരിക. അതേപോലെ തന്നെ നേരത്തെയും ഇയാൾ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കെണിവെച്ചുള്ള ട്രാപ്പുകൾ ഇയാൾ നിരന്തരം സെറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇയാളുടെ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് കൈമാറുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കും. ഈ പ്രതിയായ വിനേഷിന്റെ ഫോണിൽ വന്നിരിക്കുന്നത് കോളുകൾ ആരുടേതൊക്കെയാണ് എന്നത് പരിശോധിക്കണമെന്ന് കൂടി CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണ് വിനീഷ് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം. ഇനി അതിന് മറുപടി പറയേണ്ടത് UDF-ഉം കോൺഗ്രസ് പ്രവർത്തകരുമാണ്.